രണ്ടിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു പ്രോഡക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണെന്നും അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് എന്നാൽ അതേ 4 വാങ്ങിച്ചാൽ കൊടുത്തേക്കാമെന്നൊക്കെ വളരെ ലാഘവത്തോടെ ചിന്തിക്കുന്ന ചില പേരൻസ് ഉണ്ട്. അത് വളരെ അപകടകരമായൊരു കാര്യമാണ്. എക്സ്റ്റേണലായിട്ടുള്ള ആരെയും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു കാരണവശാലും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ്. അവർ പരിശീലനം നേടി കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ല കുട്ടികളെ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു പ്രത്യേക ആളുമായിട്ട് പരിചയപ്പെടുത്തുകയോ അത്തരം കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കുകയോ ചെയ്ത് അതിൻ്റെ വിലയും നിലവാരവും വളരെ ചെറിയ പ്രായത്തിലെ അവരുടെ മനസ്സിൽ കളയരുത് എന്ന് മാത്രം പറയാനാണ് ഈ വീഡിയോ. എല്ലാവരും ഒന്ന് കേൾക്കുക. പല പേരൻസും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ മോന് കൗൺസിലിംഗ് വേണോ, മോൾക്ക് കൗൺസിലിംഗ് വേണോ? ചിലപ്പോൾ 8 വയസ്സോ 9 വയസ്സോ ഒക്കെയുള്ള കുട്ടികളുടെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. വളരെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അവരെ ഒരു അപരിചിതനായ ഒരു വ്യക്തിയുടെ അടുത്തോ അല്ലെ അപരിചിതരായ ആളുടെ അടുത്തോ അവരെ എക്സ്പോസ് ചെയ്യുന്നതിനകത്ത് വലിയ അപകടങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വലിയ കുറവുകളുണ്ട്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളുടെ നല്ല കൗൺസിലേഴ്സായി മാറേണ്ടത്. ടീച്ചേഴ്സാണ് അവരുടെ കൗൺസിലേഴ്സായി മാറേണ്ടത്. ഇനി അതിന് തീരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരികയും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലെങ്കിൽ ഒരു സാധാരണ നടക്കാത്തതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം കുട്ടിക്ക് സംഭവിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടിക്ക് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സാധാരണഗതിയിൽ ഒരു പാരൻറ്റിങ്ങിൻ്റെ എല്ലാ തലങ്ങളിലും കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കി അവരെ അറിയുകയും അവരുമായിട്ട് നല്ല ഇമോഷണൽ ബോണ്ട് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ അധ്യാപകർക്കും കുട്ടികളെ ധാരാളമായിട്ട് മനസ്സിലാക്കാനും പ്രൊഫൈൽ ചെയ്യാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ 2 കൂട്ടരും പരാജയപ്പെട്ടു നമുക്ക് വേറെ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ, നമുക്ക് അസ്വാഭാവികമായ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് വേണം എന്ന് പറയുമ്പോൾ അത് ഒരു എക്സ്റ്റേണൽ ആളിനെ സമീപിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ളവർ തന്നെ കുട്ടികളുമായിട്ട് ഇടപെടുന്നതാണ് നല്ലത്. പക്ഷെ ചില കേസുകളിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടി നമ്മൾ പറയുന്ന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ശരിയായ രീതിയിലൊരു ക്യാരക്ടറില്ല, കുട്ടിക്ക് ഒരുപാട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു, കുട്ടി പഠിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ സത്യം പറഞ്ഞാൽ കുട്ടിക്കല്ല കൗൺസിലിംഗ് വേണ്ടത്. അവിടെ പേരൻറ്റിനാണ് കൗൺസിലിംഗ് വേണ്ടത്. ടീച്ചേഴ്സിന് നല്ല പരിശീലനങ്ങൾ കൊടുക്കണം, പേരൻസിന് നല്ല ഗൈഡൻസ് ആവശ്യമുണ്ട്. ഒരു പേരൻ്റാണ് ഗൈഡഡ് ആകേണ്ടത്. ഒരല്പം മുമ്പ് എന്നെ വിളിച്ചൊരു പേരൻ്റാണ്, സാറ് കുട്ടിയുമായിട്ടൊന്ന് സംസാരിക്കാമെങ്കിൽ വളരെ നന്നായിരുന്നു. 10 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആവശ്യമില്ല, എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്താണ്? അപ്പോൾ കുട്ടിക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കുട്ടി ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല, കുട്ടി നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതിനൊരു എക്സ്റ്റേണൽ ആളിൻ്റെ ആവശ്യം ഉപയോഗപ്പെടുത്തുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, എല്ലാത്തിനും പരിഹാരവും കൗൺസിലിംഗ് അല്ല. എല്ലാം കൗൺസിലിങ്ങിലൂടെ കൗൺസിലിംഗ് എന്താണ്? ഒരാൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ കേൾക്കാൻ ഒരാളിരിക്കുകയും ആ പറയുന്ന വിഷയത്തിൽ അവരെ കുറച്ചുകൂടെ ബെറ്ററാക്കി എക്വിപ്പ് ചെയ്ത് അവരെ ബലപ്പെടുത്തി കൊണ്ടുവരുന്നൊരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അവിടെ നീഡില്ലാത്തൊരു കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഒന്നുകിൽ കുട്ടിക്ക് തന്നെ ഒരു നീഡുണ്ടാകുക, അല്ലെങ്കിൽ കുട്ടിയിൽ സംഭവിച്ച ഏതെങ്കിലും അസ്വാഭാവികമായ ഒരു കാര്യം മറ്റുള്ളവർക്ക് സയൻറ്റിഫിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ നീഡിൽ പുറത്തുള്ള ഒരു എക്സ്പേർട്ട് അത് ആ ഒരു സാഹചര്യത്തിൽ രംഗത്ത് വരുന്നു. ഇതൊഴിച്ചാൽ സാധാരണ കാര്യങ്ങളിലെല്ലാം പേരൻറ്റിൻ്റെ ജോലിയാണ് ആ കുട്ടിയുടെ റീഫോർമേഷന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. കുട്ടിയിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുട്ടി അനുസരണക്കേട് കാണിക്കുക, അതിൻ്റെ കാരണങ്ങൾ എന്താണ്? കുട്ടി അമിതമായി വാശി കാണിക്കുന്നു, കുട്ടി ഭയങ്കരമായ കള്ളം പറയുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ല, കുട്ടി മറ്റു കുട്ടികളെ ആക്രമിക്കുന്നു, കുട്ടിക്ക് ഭയങ്കരമായ പേടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൗൺസിലിംഗ് അല്ല വേണ്ടത്. പേരൻറ്റ് പ്രോപ്പറായിട്ട് കൗൺസിലേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് എടുക്കുക. അപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ നീഡ്സ് എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രശ്നം പരിഹരിക്കാൻ കുട്ടിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, കുട്ടിയെ എങ്ങനെ പതുക്കെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാം, എങ്ങനെയായിരിക്കണം പേരൻ്റ് ആ കുട്ടിയോട് ഇടപെടുന്നത്, ഡൂസ് എന്തൊക്കെയാണ്, ഡോൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിച്ച് ആ കുട്ടിയിൽ എംപ്ലോയ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് പേരൻസ് നഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ പേരൻറ്റിൻ്റെ ഒരു മെറ്റീരിയലിസം ഇതിനകത്തൊരു വിഷയമാണ്. കാരണം എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കാം. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വാങ്ങിച്ച് പരിഹരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. സ്കൂൾ പോലും അങ്ങനെയാണ്. സ്കൂളിൽ കൊണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇനി സ്കൂൾ നോക്കിക്കോളൂ എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്കൊരു
നമുക്കൊരു പേഴ്സണൽ പെയിനും എടുക്കാൻ വയ്യ, ഒരു എഫേർട്ടും എടുക്കാൻ വയ്യ. അങ്ങനെയുള്ളവരുടെ മക്കൾ എങ്ങനെയാണ് മിടുക്കരാകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതിൻ്റെ പരിഹാരം നമ്മൾ തന്നെ ആയി മാറണം. ഇതാണ് ഒരു പേരൻ്റ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പേരൻറ്റും കുട്ടിയും തമ്മിൽ വലിയൊരു ബോണ്ട് ഉണ്ടാവും, വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, അവിടെ വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഇത് ട്രാൻസ്ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ കള്ളം പറയുന്ന ഒരു കുട്ടിയാണ്, ഒരുപക്ഷെ പേരൻറ്റിൻ്റെ അമിതമായ പ്രഷറായിരിക്കാം ആ കള്ളം പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തൊരു കുട്ടിയാണ്, ആ കുട്ടി ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, നമുക്കറിയില്ല. ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു പേരൻറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ്, പേരൻറ്റുമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാലേ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻപുട്ട് ഒരു കൗൺസിലറിന് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കുട്ടി മറ്റുള്ളവരെ ആക്രമിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം? അല്ലെങ്കിൽ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ അടുത്തിടെ ഒരു കുട്ടിയുടെ പേരൻറ്റ് പറഞ്ഞാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, കുറേ കഴിയുമ്പോൾ തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോകുന്ന ഒരു കുട്ടിയെ വിളിച്ചിരുത്തി പ്രഭാഷണം നടത്തിയാൽ കുട്ടിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ പേരൻ്റാണ് ആദ്യം ഒരു കൗൺസിലിൻ്റെ അടുത്ത് ചെല്ലേണ്ടത്, ഒരു നല്ല ഗൈഡൻസ് എടുക്കേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പേരൻസ് ഒന്നും തയ്യാറല്ല. ഒരു ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് സാറിനെ ആ പേരൻ്റ് വിളിക്കും, ആ പേരൻ്റ് ആരാണെന്ന് സാറ് ചോദിക്കരുത്. അത്ര കണ്ട് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ആൾ എന്തിനാണ് വിളിക്കുന്നത്? വിളിക്കാതിരി, എനിക്കതിൽ താല്പര്യമില്ല. മനസ്സിലായില്ലേ? ഇത്ര കണ്ട് ദുരഭിമാനവും ഇത്ര കണ്ട് നിലവാരവും ഇല്ലാത്ത ആൾക്കാർ മാതാപിതാക്കളായി പോയാൽ കുട്ടികളോട് സഹതപിക്കുകയെന്ന് ഓർത്തുള്ളൂ. കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്താനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, കുഞ്ഞുങ്ങളുമായിട്ട് ഏറ്റവും അടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പലപ്പോഴും പേരൻസിനോട് ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള വെല്ലുവിളികളും ഉണ്ടായപ്പോൾ അത് എന്നെ കൂടുതൽ നല്ലൊരു പേരൻ്റ് ആക്കാനും എന്നെ കൂടുതൽ ക്ഷമയുള്ള ഒരാളാക്കാനും എന്നെ കൂടുതൽ ട്രാൻസ്ഫോം ചെയ്യാനും അത് ഉപകരിച്ചു. കാരണം ഞാൻ ആ കുട്ടികളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് മാറിയാലേ ആ കുഞ്ഞിനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അത് എനിക്കുണ്ടാക്കിയ ട്രാൻസ്ഫോർമേഷൻ വളരെ കൂടുതലാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഹ്യൂമിലിറ്റി, ഇത്തരത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഒരു റിയലൈസേഷൻ, സ്പിരിച്വാലിറ്റി ഒന്നും നമ്മളിലില്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതിന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ചില വീട്ടിലെ കുട്ടികൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആ വീട്ടിൽ ചെന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. തൽക്കാലം ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പോൾ കമ്പാരിസണിനൊന്നും കാര്യമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന കുട്ടിയാണ് നമ്മുടെ കുട്ടി. ഈ കുട്ടിയെ എങ്ങനെ കിട്ടിയ അവസ്ഥയിൽ നിന്ന് മാക്സിമം ബെറ്ററാക്കുക, ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ജോലി. അല്ല അപ്പുറത്തെ കുട്ടിയെ എന്താണ്, ഇപ്പുറത്തെ കുട്ടിയെ എന്താണ്. ഇതിന് പരസ്പരം പേരൻസ് തമ്മിൽ തല്ലുകൂടിയതുകൊണ്ടും കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. പല വീട്ടിലും അമ്മമാർക്ക് ഒരു ഗൈഡൻസ് എടുക്കാൻ ആഗ്രഹമുണ്ട്, അപ്പന്മാരതിനെ സഹകരിക്കുന്നില്ല. പല വീട്ടിൽ അപ്പന്മാർക്ക് ഒരു നല്ല റീഫോർമേഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്, അമ്മമാരത് സമ്മതിക്കുന്നില്ല. ചില വീട്ടിലൊക്കെ പലരും പറയുന്നത് കുട്ടി വരുന്നില്ല. കുട്ടി വരണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ആ കുട്ടിയെ റീഫോം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ പ്രശ്നത്തിനും കുട്ടിയെ കൊണ്ടുപോയി അല്ലെ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്നൊന്നും പറയുന്നത് ശരിയല്ല. സിറ്റീസിലൊക്കെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് പേരൻറ്റിനോട് പറയുന്നു. പേരൻ്റ് അതുകൊണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായിട്ട് പോകുന്നു. പേരൻറ്റിൽ യാതൊരു മാറ്റവും വരുത്താതെ ആ കുട്ടിയെ ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കുന്നത് എത്ര മണ്ടത്തരമാണ്. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ ആ പേരൻറ്റിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. ആ ചട്ടിക്കകത്ത് വളരുന്നതുകൊണ്ടാണ് ആ കുട്ടിക്ക് പ്രോബ്ലം ഉള്ളത്. ആ ചട്ടിയൊന്ന് മാറ്റി നോക്കിക്കുക, കുട്ടി രക്ഷപ്പെടും. ഇത്രയുള്ള കാര്യം. ഇപ്പോൾ എല്ലാ പേരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് അല്ല യഥാർത്ഥത്തിൽ കറക്ഷൻ വേണ്ട. കുഞ്ഞുങ്ങളുടെ 90% പ്രശ്നങ്ങളും മാതാപിതാക്കളുടെ കറക്ഷനിലൂടെ മാറ്റപ്പെടാൻ കഴിയുന്നതാണ്. ഇനി എന്തെങ്കിലും പ്രത്യേകമായൊരു സാഹചര്യത്തിലോ അപകടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലോ അബദ്ധത്തിലോ ഒക്കെ വീണു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിവിയറായിട്ടുള്ള ഒരു മെൻ്റൽ അഗണി, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കെപ്പോഴും അത് എത്ര ചെറിയ കുഞ്ഞാണെങ്കിലും ഒക്കെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാര്യത്തിലൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്വാളിഫൈഡ് തെറാപ്പിസ്റ്റിൻ്റെയൊക്കെ ഹെൽപ്പ് എടുത്താൽ തീർച്ചയായിട്ടും അതിന് വ്യത്യാസമുണ്ട്. അത് വ്യത്യസ്തമായൊരു കാര്യമാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. പേരൻ്റ് തന്നെയാണ് എക്യുപ്ഡായി എംപവേർഡായി ഒരു കുഞ്ഞിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അവിടെ പേരൻ്റ് തന്നെ ഒരു കൗൺസിലറായി മാറുകയാണ് വേണ്ടത്. കുഞ്ഞിനെ കേൾക്കാൻ തയ്യാറാകുക. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ആ കേൾക്കാനുള്ള മനസ്സുണ്ടാവുക, കീനായിട്ട് കേൾക്കുക, താല്പര്യത്തോടെ കേൾക്കുക, കേട്ട് കഴിഞ്ഞിട്ട് ക്ഷമയോടെ ആ കുഞ്ഞിനെ പരിഹാരത്തിലേക്ക് നയിക്കുക. അതിന് നമുക്കെന്തെങ്കിലും അറിവുകളോ കഴിവുകളോ കുറവുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങളുടെ
കൗൺസിലറോ തെറാപ്പിസ്റ്റോ ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഒരു ശരിയായ രീതി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കുട്ടിയും പേരൻറ്റും തമ്മിലുള്ള ബോണ്ട് കുറേ കൂടെ ഡീപ്പാകുകയും അവർ തമ്മിൽ കുറേ കൂടി ഇമോഷണലി ഇൻറ്റിമേറ്റ് ആകുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും. അപ്പോൾ എല്ലാ പേരൻസിനും ഒരു ഹാപ്പി ലൈഫ് നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് നല്ലതാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനും ഒക്കെ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്. കൂടുതൽ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്തും കൊടുത്ത് ഞങ്ങളെ സഹായിക്കുക. താങ്ക് യു സോ മച്ച്.